ഹല്ലേലൂയ. കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ പാസ്റ്റർക്ക് നന്ദി, ദൈവദാസന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് പെട്ടെന്ന് പാട്ടൊന്ന് പാടാം. ഏത് പാട്ടാ? പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ, പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ, രണ്ടി 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 പരിശുദ്ധാത്മുടാ, 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 പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ, പരിശുദ്ധാത്മുടാ സ്വാഗതം అయ్యా. నా నాయకుడవు, నా నావికుడవు, నా బోధకుడవు, నా స్నేహితుడవు, నా నాయకుడవు, నా నావికుడవు, నా బోధకుడవు, నా స్నేహితుడవు, రండి 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 పరిశుద్ధాత్ముడా, రండి 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 పరిశుద్ధాత్ముడా, పరిశుద్ధాత్ముడా స్వాగతం అయ్యా, പരിശുദ്ധാത്മുടാ സ്വാഗതം അയ്യാ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, കർത്താവെ, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നിന്നെ സ്തുതിപ്പാൻ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അങ്ങ് ഭാഗ്യം തന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ ശേഷിപ്പിച്ച്, കർത്താവെ, നിന്റെ നാമത്തെ കീർത്തിക്കുവാൻ, നിനക്ക് മഹത്വം തരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കിയതിനായി സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് വന്ന ഓരോ വ്യക്തികളോടും അങ്ങ് സംസാരിക്കണമേ, അങ്ങയുടെ സ്വരം കേൾപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മധ്യേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മധ്യത്തിൽ വ്യാപരിക്കുമാറാകട്ടെ. അന്ധകാരത്തിൻ്റെ ശക്തികൾ അകന്നു പോയി കർത്താവേ, ദൈവദൂതന്മാരുടെ ശുശ്രൂഷയാൽ ബലപ്പെടുവാൻ ഈ ജനത്തെ ഇന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ ശക്തികളെയും ആധിപത്യത്തെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അകറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു എനിക്കിവിടെ. ഈ സ്റ്റേജ് തന്നെ ഒരു അഭിഷിക്തരുടെ സ്റ്റേജായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ നിൽക്കുമ്പോൾ ദൈവം തരുന്നുണ്ട്. നിങ്ങൾ ഭാഗ്യമുള്ളവരാ ഇവിടെ വന്ന് ആരാധിക്കുന്നവർ. പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടുണർത്തട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ കൃപ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം, നമുക്ക് സുപരിചിതമായ വാക്യമാ. 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം ഒരുപാട് കാലം പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി നാളുകൾ. വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിക്കും മറ്റൊരു തലങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. വിശ്വാസത്താൽ എന്തായിരുന്നു വിശ്വാസം ഈ ഹാബേലിനുണ്ടായിരുന്നത്? അന്ന് ജനസംഖ്യയില്ല അവിടെ. അവർക്ക് വീടുകൾ കെട്ടുന്ന
ഇല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന വിശ്വാസമൊന്നുമില്ല. വിശ്വാസത്താൽ ഹാബേൽ കായീനേക്കാൾ ഉത്തമമായ ബലി അർപ്പിച്ചു. ഞാൻ വിശ്വാസികളോട് ചോദിക്കും, പിള്ളേരോട് ചോദിക്കും, സൺഡേ സ്കൂളുകാരോട് ചോദിക്കും, ഈ ഉത്തമമായത് എന്തായിരിക്കും? ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. ഉത്തമമായെന്ന് പറഞ്ഞാൽ നല്ലത്, ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പം ഈ ഹാബേല് മരിച്ച് രക്തം വീണതിന് ശേഷമാണ് ഈ ഫലങ്ങളൊക്കെ അത് ഈ കുരുട് പിടിച്ചതും കേട് പിടിച്ചതൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതിനൊക്കെ മുമ്പ് എല്ലാം നല്ലതായിരുന്നു. അപ്പം കായിൻ അന്നത്തെ ഈ സൺഡേ സ്കൂളിലൊക്കെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്, അതായത് നല്ലതല്ലായിരുന്നു കൊണ്ടുവന്നതെന്നൊക്കെ. അപ്പം അന്ന് നല്ലത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എന്തായിരിക്കും ഈ ഉത്തമമായ ബലി? ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പരിശുദ്ധാത്മ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കുമായിരുന്നു. 50-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നേ, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുവിൻ. അപ്പം ഈ വാക്യങ്ങൾ ഇങ്ങനെ നോക്കി നമുക്ക് പരിശുദ്ധാത്മാവ് പതിയെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വെളിപ്പാടുകൾ തരും. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഒറ്റയടിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അത് മനസ്സിലാകും. പതിയെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി തീരുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ അനുഭവിക്കാത്ത മറ്റൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തും. നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. അപ്പം ഈ ഉത്തമമായ ബലി, അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ഉത്തമമായ ബലി എന്ന് പറയുന്നത് ആടിനെ അർപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കണ്ടുകൊണ്ട്, വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഹാബേല് ബലിയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഹാബേല് ഒരു ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ദൈവം ആദാമിനെ പഠിപ്പിച്ച പാഠം വ്യക്തമാക്കി മനസ്സിലാക്കി. ഞാനിന്ന് അർപ്പിക്കുന്ന ഈ ആട്ടിൻകുട്ടിയുടെ രക്തം പൂർണ്ണമാകുന്ന ക്രിസ്തുവിലാണെന്ന് വിശ്വസിച്ചു. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന, ജനത്തിന് ലഭിക്കുന്ന, ഹാബേലിന് കിട്ടുന്ന ആ വിടുതൽ. കായീനും ബലിയർപ്പിച്ചു. കായീൻ ബലിയർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങിയില്ല. അന്ന് തീ കൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നത്. തീ ഇറങ്ങിയില്ല. തീ ഇറങ്ങാതെ വന്നപ്പം കായീൻ്റെ മുഖം വാടി. ഈ കായീൻ്റെ മുഖം വാടിയപ്പോൾ ദൈവം തന്നെ ദേഷ്യപ്പെട്ടൊന്നുമില്ല, വഴക്ക് പറഞ്ഞൊന്നുമില്ല. ദൈവം കായീൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ, പാപം നിന്റെ വാതിക്കൽ കിടക്കുക, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ കീഴടക്കണം. പക്ഷേ കായീൻ അതനുസരിച്ചില്ല. അവിടെ എഴുതിയിരിക്കുക, അവൻ ദൈവസന്നിധി വിട്ടുപോയി. അപ്പൊ അനുസരിക്കുന്നവർക്കാണ് ദൈവസാന്നിധ്യം ഉണ്ടാവുന്നത്. അനുസരിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് വരും. ഉപദേശിച്ചാൽ, ദൈവം തന്നെ ഉപദേശിച്ചാലും പിശാചിന്റെ വിത്താ കിടക്കുന്നെങ്കിൽ അവൻ നന്നാവില്ല. ദൈവമാ കായീന്റെ അടുക്കിലേക്ക് വന്നത്. അവരിലുണ്ടായിരുന്നത് പിശാചിന്റെ വിത്തായിരുന്നുവെന്ന്. ഈ പിശാചിന്റെ ഇത് യോഹന്നാന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. സഹോദരനെ സ്നേഹിക്കാത്തവന്റെ ഉള്ളിൽ എന്ത് വിത്താ? പിശാചിന്റെ വിത്ത. അവൻ പിശാചിൽ നിന്ന് ജനിച്ചവനായി. അപ്പൊ പിശാചിൽ നിന്ന് ഈ ആരാധന അർപ്പിക്കുമ്പോഴും
അനുസരിക്കാത്ത വ്യക്തികളുണ്ട്. അവരിലേക്ക് ദൈവത്തിൻ്റെ തീ ഇറങ്ങില്ല. Praise the Lord. അങ്ങനെ കായീൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ജനിച്ചപ്പോൾ തന്നെ പിശാചിൻ്റെ വിത്തുണ്ടായിരുന്നു. ഈ പിശാചിൻ്റെ വിത്തുണ്ടെങ്കിൽ എവിടെ ജനിച്ചാലും ആരിൽ നിന്ന് ജനിച്ചാലും അവർ ദൈവത്തിൻ്റെ വിരോധികളായിരിക്കും. അതായത് ദൈവസമൂഹത്തിലാണെങ്കിൽ പോലും, ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ പോലും, ഈ വിത്ത് കിടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിനെ കഴുകിയില്ലെങ്കിൽ ആ വിത്ത് അവിടെ തന്നെ കിടക്കും. നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നമ്മൾ ഇതെല്ലാം വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വായിച്ച് ആ വായനയുടെ ആ ഭാഗത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ഓർപ്പിച്ചത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചത്, എന്നെ പഠിപ്പിച്ച് ഒരു ജയത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങൾ പരിശുദ്ധാത്മാവ് തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ശുശ്രൂഷയിൽ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറയാം, നമ്മുടെ കണ്ണുകൾക്ക് നോട്ടത്തിന് വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. നമ്മളിവിടെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും. അവന്റെ സമ്പത്തിനെ കുറിച്ച് പറയുക. അതായത് ഈ ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കുമായിരുന്നു. ഈ മക്കൾ സുരക്ഷിതമായിരിക്കാൻ കാരണം, ഇയ്യോബ് സുരക്ഷിതമായിരിക്കാൻ കാരണം ഈ രക്തത്തിൻ്റെ വേലിയ. അവന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ, ഹാബേൽ അർപ്പിച്ച ആ രക്തത്തിൻ്റെ വേലി മാത്രമേ നമുക്ക് സുരക്ഷിതമായിരിക്കത്തുള്ളൂ. അതിനെ മാത്രമേ ക്രോസ് ചെയ്യുവാൻ പൈശാചികന് കഴിയാതിരിക്കത്തുള്ളൂ. അതായത് നാം നമ്മുടെ പേരിൻ്റെ മേൽ, പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതാ, പേരിൻ്റെ മേൽ രക്തം തളിച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ പേരിനെ അവൻ കെടുത്തിക്കളയും. നമ്മൾ വിചാരിക്കും നമ്മുടെ പേര് വളർന്നു, ആ പേര് പോകില്ല. അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറഞ്ഞതാ, നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ രാജു പൂക്കാല ഒരു പേരുണ്ട്, ആ പേരിനെ ചീത്തയാക്കാൻ പിശാചിന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മേൽ രക്തത്തിൻ്റെ സുരക്ഷിതത്വം ഉള്ളിടത്തോളം കാലം ആര് ശ്രമിച്ചാലും, എന്തെല്ലാം പറഞ്ഞാലും, എവിടെയെല്ലാം പോയി കേസ് കൊടുത്താലും അത് വിജയിക്കത്തില്ല. അത് രക്തത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും. ദൈവജനമേ, നാം ഓരോ ദിവസവും നമ്മുടെ പേരിന് ചുറ്റും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വേലി കെട്ടിയാൽ അതിനെ കടന്നു വരുവാൻ പിശാചിന് സാധ്യമാകത്തില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിന്റെ പേര് സുരക്ഷിതമായിരിക്കും. നിന്റെ സമ്പത്ത് സുരക്ഷിതമാകുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക്
ഈ വെളിപ്പാടില്ലേ നമ്മുടെ പേരിന് ചുറ്റും യേശുവിൻ്റെ രക്തം തളിക്കണമെന്ന്, അതൊരു വലിയ അറിവായിരുന്നു എനിക്ക്. പ്രേക്ഷലോ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടിടും പിശാച്. നമ്മുടെ പേരിന് കുറേ കാലം കഴിയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും അതെല്ലാം കള്ളമായിരുന്നു എന്ന്. പക്ഷേ അപ്പോഴേക്കും നമ്മളെ വിശ്വസിച്ചവരൊക്കെ നമുക്ക് ദൂരമാകും. അതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ മുട്ടേ നിന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പേരിൻ്റെ മേൽ യേശുവിൻ്റെ രക്തത്തെ തളിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൻ്റെ മേൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ രക്തം തളിക്കണം. ഞാൻ 17 വയസ്സായപ്പോഴാണ് വടക്കേന്ത്യയിലേക്ക് പോകുന്നത്. എനിക്കിവിടെ നാട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരു സ്ഥിതി ഉണ്ടായി. കാരണം എന്നെ കൊല്ലാനായിട്ട് എന്നോടൊപ്പം നടന്നവർ തന്നെ കാത്തിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നവർ, ഞങ്ങൾ ഒരുമിച്ച് പൂജയ്ക്ക് നടക്കുന്നവർ എനിക്ക് വിരോധിയായി. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ ഞാൻ കണ്ടെത്തി, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഒരു പ്രാവശ്യം കുറച്ച് സാക്ഷ്യം ഞാൻ പറഞ്ഞു. കേൾക്കാത്തവർക്കായി വീണ്ടും ചിലത് പറയാം. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പൂജാരിയാകണമെന്ന്, അമ്പലത്തിൽ ഒരു പൂജാരിയാകണം. അപ്പം 6 വയസ്സുള്ളപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒഴുകുന്ന നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് ഈറനുടുത്ത് നിന്ന് ശരണം വിളിക്കും, മന്ത്രം ചൊല്ലും. പക്ഷേ ഒരു 14 വയസ്സായപ്പോഴത്തേക്കും SFIക്കാരുടെയും പാർത്തോട് സ്കൂളിൽ, ഇടുക്കിയിൽ പാർത്തോട് സ്കൂളിൽ പഠിച്ച്, അവിടെ SFIക്കാരും DYFക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നടന്ന് ഉച്ച കഴിഞ്ഞ് ചർച്ചാ ക്ലാസ്സിന് പോകും. അപ്പോൾ ക്ലാസ്സിലിരിക്കണ്ടല്ലോ, ഈ ചർച്ചാ ക്ലാസ്സിന് പോയി ഇവർ ശരിക്കും മൈൻഡ് ഉപയോഗിച്ചു. ദൈവമില്ലെന്നും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യർത്ഥമാണെന്നും അതില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തുടങ്ങി. ടീച്ചർമാരിൽ ഒത്തിരി പേര്, ക്ലാസ് ടീച്ചർ മാത്യു സാറ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി. അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് ചർച്ചാ ക്ലാസ്സിന് പോയാലും സാർ ചോദിക്കും എവിടെ പോയി, ഞാൻ പറയും ചർച്ചാ ക്ലാസ്സിന് പോയി, സാറൊന്നും പറയത്തില്ല. അപ്പം അത് എൻ്റെ വിശ്വാസത്തെ, അതായത് ഈ പൂജാരിയാകണമെന്ന ആഗ്രഹത്തെ തുടച്ചു മാറ്റി. അതിനുശേഷം ദൈവമില്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ദൈവമില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ. ദൈവം ഇല്ലെങ്കിൽ ആരെ പേടിക്കാനാ, എന്തിനെ പേടിക്കാനാ? ഞാനൊരു കാര്യം പറയട്ടെ, ദൈവവിശ്വാസമില്ലാത്ത വ്യക്തികളെ നമ്മൾ ആശ്രയിക്കാൻ പറ്റില്ല. അവരെന്തും ചെയ്യും, അവരെങ്ങനെയായിത്തീരും. ദൈവം, അതായത് നമ്മൾ നമ്മുടെ മക്കളുടെ ഉള്ളിൽ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വളർത്തുവാണെങ്കിൽ അവരെന്നും നമ്മുടെ മക്കളായിരിക്കും. ഇല്ലെങ്കിൽ അവർ നമ്മൾ വിട്ടകന്നു പോകും. ഞാൻ പറയുന്നത്, ആഹാരത്തിന് മുമ്പ് വൈകിട്ട് മുട്ടുകുത്തി, വെറുതെ പ്രാർത്ഥിക്കാനല്ല, മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ആ മാതാപിതാക്കൾ സുരക്ഷിതരാ. ഇല്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ദൈവം ഉണ്ടെന്ന് തോന്നി, അന്നേരത്തേക്ക് മക്കളൊക്കെ അവരുടെ കൈവിട്ടു പോകും. എവിടെ ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും ദൈവമേ എന്ന് വിളിക്കുന്നവരുടെ മക്കൾ, മാതാപിതാക്കൾക്ക് ഒരു സമാധാനമാണ്. അതായത് ഈ എന്തുവാ, കയ്യിൽ മൊബൈലും പിടിച്ച് ചോറുണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരെ കുറിച്ച് അപ്പനും അമ്മയൊന്നും വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. TV-യുടെ ചാനലും മാറ്റിക്കൊണ്ട് അമ്മ ചോറ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് നാളെ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. പാസ്റ്റർ കൈവച്ചാൽ അവരുടെ സ്വഭാവം ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വചനം എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൈകളിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 ആമക്കള് ദൈവം എനിക്ക് തന്നപ്പം ഈ പാസ്റ്റർമാരുടെ മക്കളും വിശ്വാസികളുടെ മക്കളൊക്കെ ഇങ്ങനെ നാടൻ ഭാഷ പറഞ്ഞ തലതെറിച്ച് നടക്കുന്നത് കണ്ടപ്പം മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ മക്കളെ എനിക്ക് തരണേന്ന്. മുട്ടയെ കുത്തി നിന്ന്, കർത്താവേ എനിക്ക് തരണം, വീട് തരണം, കാറ് തരണം എന്നൊക്കെ പറയുന്നതിൽ നല്ലത് പറഞ്ഞോ, പ്രാർത്ഥിച്ചു. അതിനൊന്നും വിരോധിയല്ല ഞാൻ. പക്ഷേ കർത്താവേ എൻ്റെ മക്കളെ എനിക്ക് സ്വത്തായിട്ട് തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ. മാതാപിതാക്കൾ മറ്റുള്ള ലോകത്തിന് പിന്നാലെ പോകുമ്പം അവരവസാനത്തെ ദിവസങ്ങളിൽ ഒത്തിരി കരയേണ്ടി വരും. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിഞ്ഞത്.
യേശുവിനെ കുറിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളൊരു ചേച്ചി ലിസ് ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ലിസ് ചേച്ചി യേശുവിനെ കുറിച്ച് കാത്തലിക് വിശ്വാസത്തിലേക്ക് വന്നു. യേശുവിനെ കുറിച്ച് അവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം ഈ യേശുവിനെ കുറിച്ച് പറയുന്ന അങ്ങ് ദഹിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ സിനിമയ്ക്ക് പോകുന്ന വഴി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ലിസേച്ചി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ലിസേച്ചി, നിങ്ങളൊക്കെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കുന്നവരാ, നിങ്ങളെയൊക്കെ തട്ടിയാൽ ഈ നാട് നന്നാവത്തുള്ളൂ. ലിസേച്ചി വിഷമിച്ച ഒരു ചിരിയോടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നവരെയാടാ യേശു ആദ്യം പിടിക്കുന്നതെന്ന്. അപ്പം ഞാൻ ലിസേച്ചിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എന്നെ ഒന്ന് പിടിച്ച് കാണിച്ചേ. നിങ്ങളുടെ ദൈവത്തിന് അത്ര വലിയ കരങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ച് കാണിച്ചേ. ഞാൻ പറയട്ടെ, ദൈവം എന്നെ പിടിച്ചു. എന്നെ പിടിക്കുക മാത്രമല്ല, ഒരു പേപ്പട്ടിയെ പോലെ ഇങ്ങനെ ഓടിക്കുക. പ്രേക്ഷല്ലോ, ഈ പേപ്പട്ടിയെ പോലെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ പേപ്പട്ടി കടിച്ച് അവർക്കും പേ പിടിക്കും എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ജീവിതം മാറും. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നീട്ടി പറയാൻ പറ്റില്ല. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. എനിക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാനൊരു വിശ്വാസി ആവില്ല. ഇല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കില്ല. ഒരിക്കൽ ഒരു രാത്രി ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊരു ചോദ്യമില്ല, നീ ജീവിക്കുന്ന ദൈവമാ, എങ്ങനെ ഉപയോഗിച്ചാലും ഞാൻ അതിന് തയ്യാറാണ് എന്ന് ദൈവത്തോട് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വർദ്ധിച്ചു. പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് വീട്ടിൽ നിന്ന് താക്കീതുണ്ടായി, അമ്പലത്തിൽ നിന്ന് താക്കീതുണ്ടായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തെ എനിക്ക് വിട്ടുകഴിയാൻ കഴിയത്തില്ല. ഞാൻ ഹല്ലേലൂയ ഈ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിന്നിലുള്ളത് എന്നിലേക്ക് വരണേന്ന. ഞാൻ എല്ലാ ദേവതകളുടെയും മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പില്ല, ദേവതകളുടെയും മുമ്പിൽ വണങ്ങി നിന്നിട്ടുണ്ട്. ഓരോ ദേവതയുടെ സ്വഭാവമല്ലേ നമുക്ക് വരുള്ളൂ. ഏത് ദേവതയ്ക്ക് ഏത് സ്വഭാവമുള്ളേ? രക്തം കുടിക്കുന്ന ദേവതയുടെ മുമ്പിൽ ഞാൻ നിന്ന് നമസ്കരിച്ചാൽ എന്തു ചെയ്യും? ആ ദേവതയുടെ സ്വഭാവമല്ലേ എന്നിലേക്ക് വരുള്ളൂ. കഞ്ചാവടിക്കുകയും സ്ത്രീകളുടെ പിന്നാലെയും പോകുന്ന ദേവതയുടെ മുമ്പിൽ ഞാൻ നമസ്കരിച്ചാൽ ആ സ്വഭാവമല്ലേ എന്നിലേക്ക് വരത്തുള്ളൂ. എന്നാൽ യേശു ഉണ്ടല്ലോ, അവൻ പരിശുദ്ധനാ, നീതിയുള്ളവനാ, സ്നേഹമുള്ളവനാ. യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടും. സ്നേഹിക്കാൻ കഴിയും, ഹല്ലേലൂയ, സഹായിക്കാൻ കഴിയും, വീണ് കിടക്കുന്നവരെ പിടിച്ചുയർത്താൻ കഴിയും. ആ യേശുവിനെ നമസ്കരിക്കുമ്പോൾ നമുക്ക് പറയാം, യേശു പരിശുദ്ധനാ, അവനിൽ അശുദ്ധിയില്ല, ആ പരിശുദ്ധി എന്നിലേക്ക് വരണമേ എന്ന് നീ നമസ്കരിക്കുമ്പോൾ അവൻ നിന്റെ പ്രിയനാ, അവൻ നിന്റെ സ്നേഹത്തോടെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് പറയാം. ഞാൻ അദ്ദേഹത്തിന് ഈ ലിസേച്ചിയുടെ ഭർത്താവ് ജോർജ് ഏട്ടനുമായിട്ട് പിറ്റേ ദിവസം കണ്ടു. 3 മണിക്കൂറോളം തർക്കിച്ചതിന് ശേഷം ഞാൻ ആ കശുമാവിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജോർജ് ഏട്ടനോട് പറഞ്ഞു, ജോർജ് ഏട്ടാ, ഇനിയെങ്കിലും ആൾക്കാരെ ചതിക്കുന്ന നിർത്ത്, ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാൻ എൻ്റെ അനുഭവം പറയുക കേട്ടോ. നമുക്ക് അനുഭവിക്കാൻ പറ്റും, യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന ചന്ദ്രബാബു ബ്രദർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മേൽ മണ്ണ് വീണിട്ട് കാലിങ്ങനെ കീറിപ്പോയതാ. അദ്ദേഹം ഭിക്ഷ യാചിച്ച് നടന്നൊരു മനുഷ്യരാണ്. ഇന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ 100 കണക്കിന് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അനേകരെ രക്ഷയിലേക്ക് നടത്താൻ എന്ന് പറഞ്ഞാൽ, ഇല്ലാതെ പോയ ജീവിതത്തെ പണിതുയർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗം കേട്ടിട്ട് നമ്മൾ പറഞ്ഞ് അനുഭവിക്കാൻ നോക്കണം. മുട്ടേ കുത്തി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പറയണം.
ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ, അഭിഷിക്ത ഒരു പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളി നീക്കരുത്. മുട്ടേ കുത്തി നിന്നിട്ട് ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് ഉത്തരം തന്നേ തീരൂ എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. പരിസ്ഥിതികളെ മാറ്റുന്ന ദൈവമുണ്ട്. പിശാച് ഞെരിച്ചു കളഞ്ഞതൊക്കെ വീണ്ടും പണിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. അവനിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അവിശ്വാസത്തിന്റെ ആത്മാവേ, നിന്നെ ഞാൻ ശാസിക്കുന്നു, വിട്ടുമാറുക. ഹല്ലേലൂയ. അന്ധകാര ശക്തി കുരുടാക്കി വച്ചിരിക്കുന്ന മനോനേത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞാൻ ജോർജ് ചേട്ടനോട് പറഞ്ഞു, ജോർജ് ചേട്ടാ ഇനിയെങ്കിലും നിർത്ത്. 3 മണിക്കൂർ ജോർജ് ചേട്ടനും ജയിച്ചില്ല, ഞാനും ജയിച്ചില്ല. എൻ്റെയും കയ്യിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഇടമറുകിൻ്റെയും ഏറ്റിഗോവറിൻ്റെയും ഒക്കെ മനഃശാസ്ത്രവും നീതിശാസ്ത്രവും ഒക്കെ ലൈബ്രറിയിൽ ഇങ്ങനെ ഇരുന്ന് വായിക്കും. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് വായിച്ച ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. 3 മണിക്കൂർ തർക്കിച്ച് ജോർജ് ചേട്ടൻ ജയിച്ചില്ല. എന്നിട്ട് ഞാൻ ആ കശുമാവെ നിറങ്ങുമ്പോൾ ജോർജ് ചേട്ടനോട് പറഞ്ഞു, ജോർജ് ചേട്ടാ ഇനിയെങ്കിലും നിർത്ത്. ജോർജ് ചേട്ടൻ പറഞ്ഞൊരു വാക്ക്, ബിജു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്നൊരു ദൈവമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ നടന്നതാ. എന്നെ യേശു പിടിച്ചു. ആ യേശു എന്നെ തൊട്ടു. നിന്നെ തൊടുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പെട്ടെന്ന് ഞാൻ ജോർജ് ചേട്ടനോട് പറഞ്ഞു, ജോർജ് ചേട്ടാ അങ്ങനെയാണെങ്കിൽ എന്നെ ആ ദൈവത്തെ ഒന്ന് കാണിച്ചതാ. ഞാൻ ചെറുപ്പം മുതൽ നടന്നതാ. ഞാനേ ജോർജ് ചേട്ടൻ പറഞ്ഞ് അന്ന് തന്നൊരു കാര്യം വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പൂജ ചെയ്ത് നടന്നതാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജു നീ വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ്. യേശുവിൻ്റെ ആയിരിക്കും, ശിവൻ്റെ ആയിരിക്കും, വിഷ്ണുവിൻ്റെ ആയിരിക്കും. വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നീ ദൈവമേ എന്ന് വിളിച്ചത്. നീ ഇങ്ങനെയൊന്ന് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പിന്നെ നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കണോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ആരോടും പ്രാർത്ഥിക്കണ്ട, ആരുടെയും പേര് വിളിക്കണ്ട. എന്നെ സൃഷ്ടിച്ച ദൈവമേ എനിക്ക് ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിക്ക്. പ്രൈസല്ലോ. എന്നോട് പറഞ്ഞു, ബിജു ദൈവം ഒരു മനുഷ്യനല്ല, ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനാണ്. നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട്, അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുക. വെള്ളം ഒരിക്കലും മുകളിലേക്ക് ഒഴുകത്തില്ല, അത് താഴേക്ക് ഒഴുകത്തുള്ളൂ. നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട് ദൈവമേ എനിക്ക് ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ നിനക്ക് ദൈവം ഉത്തരം തരും. നമുക്ക് ശക്തമായിട്ട് ആളുകളോട് പറയാം, കാരണം ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. പ്രേക്ഷലോ, ഞാനിങ്ങനെ നടന്ന് എൻ്റെ വീടിൻ്റെ പുറകിലൊരു കൊന്നമരമുണ്ട്. ആ കൊന്നമരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചു. ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഭക്തിയോടെ ഈ നദിയിൽ 4:30 തണുത്ത് മകരമാസത്തിലൊക്കെ ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പത്ത് പോയി മുങ്ങി നിൽക്കുന്നു എന്നും പറഞ്ഞ് പല്ലിടിച്ച് ഈ ഈറനൊടുത്തത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നോർത്ത് നിന്നൊക്കെ ഓർത്തു. ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുക. ഞാനിങ്ങനെ കൈകൊണ്ടിങ്ങനെ തുടച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല, ദൈവമേ നീ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അനുഭവിക്കാനൊരവസരം എന്താ? എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി തരാം. എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും? യഥാർത്ഥത്തിൽ ഉത്തരം കേൾക്കുന്ന, നമ്മുടെ ശബ്ദം കേൾക്കുന്ന, നമ്മളുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു ദൈവം ഉണ്ടോ? ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ അപ്പുറം എന്താ ഉള്ളേ? ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന 3 ദിവസം എൻ്റെ നിന്ന് വിട്ടുപോയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുളിക്കാൻ പോകുന്ന കടവിൽ അത് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്. ഞാനൊരു കൊടിയുടെ ചോട്ടിൽ, മുളകിൻ്റെ കൊടിയുടെ ചോട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ മുക്കുടം കവലയിൽ പോയി നിന്ന് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ ദൈവം നീ ഉണ്ടോ ഒന്ന് അനുഭവിക്കാൻ. ചൊവ്വാഴ്ച വൈകിട്ട് തെക്കേച്ചെരുവിക്കാരുടെ വീട്ടിലൊരു കല്യാണം, സണ്ണി എന്ന് പറയുന്ന ചേട്ടൻ്റെ കല്യാണം. അപ്പോൾ ഈ കല്യാണത്തിന് രാത്രി ഞാനും പോയി അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് പന്തൽ അലങ്കരിക്കുക. ഈ പന്തൽ അലങ്കരിക്കുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ ഇട്ടിട്ട് ഈ ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് റിബൺ ഇങ്ങനെ പിരിച്ചിട്ട്
എൻ്റെ പോക്കറ്റിൽ നിന്ന് മുട്ടുസൂചി എല്ലായിടത്തും വായി വെച്ചു. ഈ വായി വെച്ച മുട്ടുസൂചി ഇങ്ങനെ കുത്തി അലങ്കരിക്കുക. ആ റൗണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി, ആ റൗണ്ട് തീർന്നു. ഈ റൗണ്ട് തീർന്നപ്പോൾ ഈ 2 ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത് ചാടി ഇന്ന് വലിച്ചതാ. ഈ മുട്ടുസൂചി ഉണ്ടായിരുന്നു മുഴുവൻ എടുത്ത് തൊണ്ടേ പോയി കുരുങ്ങി. ഞാൻ കൈയിട്ട് എടുത്തു, കുറച്ച് കിട്ടി, ബാക്കി മുഴുവൻ ഉള്ളിലേക്ക് പോയി. മിന്നീരിറക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ കൈ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് തൊടുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. കുത്തിക്കയറി പലതും എൻ്റെ വായിലേക്ക് പോയി, ഉള്ളിലേക്ക് പോയി. ഞാൻ ഓർത്തു എന്നാ ചെയ്യും. ഞാനൊരു അപ്പച്ചൻ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് പോയി പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സംഭവിച്ചു. അവർക്ക് എവിടെ നേരം, അവർ വലിയ സീരിയസ് ഒന്നും ആക്കിയില്ല. ഒരു മുള്ളു പോയോലെ അവരും ചിന്തിച്ചു. എന്നോട് പറഞ്ഞു ആശുപത്രി പോകേണ്ട വരും കേട്ടോ എന്നും പറഞ്ഞേച്ച് ഈ അപ്പൻ ചേട്ടൻ അവിടെ അലങ്കരത്തിന് വേറെ അങ്ങ് പോയി. എനിക്ക് ഉമിനീരിറക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരുടെ വീടിൻ്റെ പുറകിലൊരു ചെന്തം കൊണ്ട് ആ ചെന്തങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ പെട്ടെന്ന് ജോർജ് അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു തോർത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് പറഞ്ഞു തോർത്തു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന ആളുടെ കൈ ഇങ്ങനെ നിവർന്നു വരുന്ന കഥ പറഞ്ഞ് ഞാൻ ഓർത്തു. ഞാൻ ഇങ്ങനെ ഓർത്തു, യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമോ? ഇപ്പം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടാവുമോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോ കാര്യങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തോട്. ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട്, ദൈവത്തെ പരീക്ഷിക്കാനല്ല, അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ ഉമ്മനീര് ഇങ്ങനെ കൂടുക. ഞാനിങ്ങനെ എടുത്ത് തുപ്പാൻ തോന്നും, ഇതങ്ങ് ഇറങ്ങിപ്പോയി ഈ ഉമ്മനീര്. പെട്ടെന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പം വേദന എടുക്കുന്നില്ല. ഞാൻ ഓടിപ്പോയി ഒരു ഏത്തപ്പഴത്തിന് ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് ഓടിച്ചിട്ട് വിഴുങ്ങി. വേദന എടുക്കുന്നില്ല. 37 വർഷം കഴിഞ്ഞു, എവിടെ പോയി നിന്നു എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെയാണ്. എനിക്ക് മനസ്സിലായി, പ്രാർത്ഥന കേൾക്കുന്ന ഒറ്റ കാര്യം കൊണ്ടല്ല, വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം എനിക്ക് വളരുന്നവരെയും എനിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരെയും ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് ഉത്തരം തന്നു. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ മുട്ടിൽ നിന്ന് കൈ ഉയർത്തി ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്കിനി ചോദ്യമില്ല, നീ ഉത്തരം തരുന്ന ദൈവം, എന്നെ ഉപയോഗിക്കണമേ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ വർദ്ധിച്ചു. RSSകാർ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നു. ഭയങ്കരം. ദൈവം എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നറിയാമോ? നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ രക്ഷിക്കാൻ ദൈവം ബുദ്ധി തരും. നമ്മളെ വഴിതിരിച്ചു വിടും. നമ്മളൊക്കെ വേണ്ടി കാവലിരിക്കുന്ന എത്ര വഴികൾ ദൈവം നമ്മോട് സൂക്ഷിക്കുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എവിടെ അയച്ചാലും പോകാം. അങ്ങനെയാ ഒരു സഭയിൽ ചെന്നു. ഈ സഭയിൽ ചെന്നപ്പം ആദ്യമായിട്ടൊരു പെന്തിക്കോസ് ചർച്ച. ഈ പെന്തിക്കോസ് ചർച്ചിൽ ഒരു പുല്ലിട്ട് മേഞ്ഞ ചർച്ച് ആരാധന നടക്കുക. ആരാധന കഴിഞ്ഞപ്പം MC തോമസ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറ. അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടും കഥയൊക്കെ അറിയാം അവർക്ക്. അപ്പം എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറ. എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ടേബിളിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ടേബിൾ ഇങ്ങനെ വിറയ്ക്കുക. ആത്മാവ് വന്നിട്ടൊന്നുമില്ല, പേടിച്ചിട്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് പറയും. മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശക്തമായിട്ട് കൈകളെ അടിച്ചിട്ട് എന്നോടിങ്ങ് പറയുക, മകനെ, എൻ്റെ വേലയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. നീ അറിയാത്ത ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും. നീ പറയാത്ത ഭാഷകൾ നീ സംസാരിക്കും. ജാതികളും വംശങ്ങളും നിന്റെ പിന്നാലെ വരും. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ച എന്നാന്നറിയോ, ഈ പെന്തിക്കോസ് സഭയിലൊക്കെ പോകുമ്പോൾ, ചർച്ചിലൊക്കെ പോകുമ്പോൾ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോകാം. കഞ്ഞി, അത് ചോറൊന്നുമില്ല, കഞ്ഞിയാണ്. മെഴുകിയ തറയിൽ ആ പാ വിരിച്ച് അവിടെ ഇരുന്ന് ഞാനും ഈ തോമസ് പാസ്റ്ററുടെ കഴിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ബിജുവിന് വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു, ബിജു പല ഭാഷ പഠിക്കുമെന്ന്. അത് കേൾക്കുമ്പം ഭാഷ പഠിക്കുമെന്ന്. പല രാജ്യത്തേക്കും പോകുന്നു. ഇടുക്കി വിട്ടിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല. ആ ഗ്രാമം വിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല. എന്നോട് പറയാ പല രാജ്യത്തിൽ പോകുമെന്ന്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഓർക്കുക, ദൈവമേ, ഞാൻ പല ഭാഷ പഠിക്കുന്നോ? എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കിട്ടിയത് 6 മാർക്കാണ് ഇംഗ്ലീഷിനെ.
ഈ 6 മാർക്ക് ഞാൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, എവിടെയാണ് തെറ്റ് പറ്റിയേ? എനിക്കല്ല, ടീച്ചറിനെ. എങ്ങനെയാണ് ഈ 6 മാർക്ക് തന്നേന്ന്? ഞാൻ ഭാഷകൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എനിക്കറിയാവുന്നത് 5ാം ക്ലാസ്സിൽ ഒരു വലിയ നീളമുള്ളൊരു പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അതിനകത്ത് ടീച്ചർ ഭയങ്കര അടിയാണ്. ഒറ്റ അടി അടിക്കുമ്പോഴത്തെ ഇങ്ങനെ വളയും. അതിൻ്റെ പുറത്ത് ടീച്ചർ അടിക്കും. ഈ ടീച്ചർ പേടിച്ച് പഠിച്ചതാ, യഹ് ക്യാ ഹൈ യഹ് കിതാബ് ഹൈ, മേശ് പർ ക്യാ ഹൈ മേശ് പർ സ്യാഹി ഹൈ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. ദീവാർ പർ ക്യാ ഹൈ ദീവാർ പർ തസ്വീർ ഹൈ, കുർസി പർ കോനെ കുർസി പർ, അത്രേ അറിയത്തുള്ളൂ. പിന്നെ ഒരു പാട്ടും മോട്ടോ മോട്ടോ അഞ്ചർ പഞ്ചർ ചൗടി സീഡി ലഗായി, ആ പാട്ട് പറയാം ഹിന്ദിയിൽ. എന്നോടാ പറയുന്നു നീ ഒത്തിരി ഭാഷ പഠിക്കുന്നു. പ്രേക്ഷലോ, നാളുകൾ കഴിഞ്ഞു, ദൈവം പല ഭാഷകൾ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മലയാളത്തിൽ പ്രസംഗിക്കുന്നതിലും എനിക്ക് ഹിന്ദി പ്രസംഗിക്കാൻ അറിയാം. മലയാളത്തിൽ പ്രസംഗിക്കുന്നതിലും നന്നായിട്ട് എനിക്ക് തെലുങ്കി പ്രസംഗിക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിൾ കോളേജ് പഠിക്കുന്നു, വിദേശത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ 6 മാർക്കിൽ കൂടുതലൊന്നും മേടിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 91 92 മാർക്കുകളാണ് വിദേശത്ത് ഇംഗ്ലീഷുകാരോടൊപ്പം ഇരുന്ന് പഠിച്ചപ്പം. ഞാനോർത്തു അവരെന്നോട് ദയ കാണിച്ച് മാർക്ക് തരുന്നതാണ്. സത്യം പറയട്ടെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 92 ഞാൻ എഴുതി വയ്ക്കുന്നതൊക്കെ ശരിയാണോ? തമ്പുരാൻ എൻ്റെ കൈ പിടിച്ച് എഴുതിച്ചു. ഹല്ലേലൂയ. ഇംഗ്ലീഷുകാർ അവിടെ ജനിച്ചവർ 58 62 മാർക്ക് മേടിക്കുമ്പോൾ എനിക്ക് 90. ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഒറ്റ അസൈൻമെൻറ്റ് പോലും തിരിച്ചു വന്നിട്ടില്ല ആ പെട്ടിയിൽ. എന്നും വന്ന് കിടതയും ഇടിപ്പോടെ പോയി നോക്കും, എൻ്റെ അസൈൻമെൻ്റ് എല്ലാം തിരിച്ചു വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഒന്നുപോലും എൻ്റെ അസൈൻമെൻറ്റ് ഞാൻ പറയട്ടെ, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് നോളജ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. നീ രക്തത്തെ തളിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. ജീവിതം മാറുമെന്നൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഏറ്റവും പുറകിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ബെന്നി, ഹല്ലേലൂയ, അവരൊക്കെ പേര് ബെന്നി, ഷാജി, പൊന്നു, ഇവരെല്ലാം അങ്ങോട്ട് ഇരുന്നിട്ട് ഞങ്ങൾ എൻ്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളോട് ടീച്ചറോട് ചോദ്യം ചോദിക്കത്തില്ല. ടീച്ചറിനെ അറിയാം, എല്ലാം അറിയാം, എന്നാ ചോദിക്കാനാണ്. എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റി എഴുതി. നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതില്ലേ? ഹല്ലേലൂയ. വിവേചിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് തരത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങളുടെ മുമ്പിൽ നിർത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തരാക്കത്തില്ലേ? ഒരു ചെറിയ കുടുംബത്തെ പണിയാൻ നിങ്ങൾക്ക് ദൈവം പ്രാപ്തി തരത്തില്ലേ? മക്കളെ ദൈവത്തിലേക്ക് നടത്താൻ നിങ്ങൾക്ക് ദൈവം പ്രാപ്തി തരത്തില്ലേ? യേശുവിന്റെ രക്തം, അത് ഹല്ലേലൂയ പൊന്നിനെ പോലെയല്ല അതിന്റെ പ്രശോഭ. ഹല്ലേലൂയ. വെള്ളിയെ പോലെയല്ല, അത് നിഷ്കളങ്കമായ കുഞ്ഞാണിന്റെ രക്തം. നിങ്ങൾ തളിക്കുന്നിടത്തോളം നിങ്ങൾക്ക് വിജയമുണ്ടാകും. Praise the Lord. Hallelujah. Hallelujah. ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കുഞ്ഞാടിന്റെ ഹല്ലേലൂയ വിലയേറിയ രക്തത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തി വെളിപ്പെടട്ടെ. Praise the Lord. അനേക ജാതികളുടെ മധ്യത്തിലാണ് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. ചിലപ്പം ചോദിക്കും, പേടിയില്ലേ? പേടിച്ചിട്ടെന്നാ ചെയ്യാനാ? ആരെ പേടിക്കാനാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോൾ ആൾക്കാരോട് പറഞ്ഞിട്ട് പോവും, ആരുടെയും കയ്യെ പറ്റിയില്ലേ പിന്നെയും കാണാൻ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവൽ ചെയ്യും. അറിയാവോ, ഒരു ദിവസം ഞാനും ജെസ്സിയും 3 പേര് വേറെയുണ്ട്. ഞങ്ങളിങ്ങനെ വരുക. ദൂതന്മാർ നമ്മളെ കാവൽ ചെയ്യൂട്ടോ, കാവൽ ചെയ്യും. നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാണ്. ദൂതന്മാർ ഇന്നും കാവൽ ചെയ്യാൻ ദൂതന്മാരുടെ വേഷത്തിലായിരിക്കത്തില്ല, മനുഷ്യരുടെ വേഷത്തിൽ വരും. ഞങ്ങൾ കാലത്ത് മുതൽ വൈകിട്ട് വരെ ചർച്ചിൻ്റെ പണിയായിരുന്നു. അപ്പം ഈ കല്ലിട്ടിടിക്കുന്ന ഭയങ്കര പാടാണ്. ഈ സിമെൻ്റ് ഇട്ടിട്ട് പണിക്കൂലി കൊടുക്കാൻ കാശില്ലാത്താണ് ഞങ്ങളെ മിക്ക ചർച്ചും പണിയുന്നത്. വെൽഡിങ് ഞാൻ പഠിച്ചു. ആദ്യമായിട്ട് തേക്കാൻ പോവുക. ഒരു കട്ട കെട്ടിയ ചർച്ച്, ചെറിയൊരു ചർച്ചാണ്. ചർച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബിൽഡിങ്, നമ്മുടെയൊക്കെ ഒരു 10-20 അത്ര ഉള്ള ഒരു ചെറിയ ഹാളാണ്. അപ്പം അതിൻ്റെ സിമെൻ്റ് എല്ലാം പോയി. ഈ കട്ട തേക്കാത്തത് കൊണ്ട്, തേക്കാൻ കാശില്ല, തേക്കാത്തത് കൊണ്ട് അതെല്ലാം പൊടിഞ്ഞു പോവുക. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് പോയി തേക്കാൻ ചേച്ചി. അപ്പം ഒരു ഗ്രാമത്തിലാണ്. ഞങ്ങൾ 2 ചാക്ക് സിമെൻറ്റ് മേടിച്ച് സൈക്കിളിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർത്തു, ഇവർക്ക് മുഴക്കോലുണ്ടല്ലോ, അപ്പം മുഴക്കോല് വേണം. അപ്പോൾ ഒരു അറക്ക മില്ലുണ്ടായിരുന്നു, അറക്കുന്ന മില്ല്. അവിടെ നിന്നൊരു പട്ടിയ കഷ്ണം എടുത്തിട്ട് ഞാൻ പോവുക.
ഒരു പുതിയ കൊലശേരും വാങ്ങിച്ചു. അപ്പം ഞാൻ തേക്കാന്നൊക്കെ ഓർത്ത പോകുന്നത്. ഈ മണൽ കൊഴിച്ച് ഇത് അടിക്കുമ്പോഴത്തേക്കും ഈ ബലത്തിലടിച്ച പട്ടാക്കെന്ന് പറഞ്ഞ് താഴെ പോകും. ഇത് ഒരു ലെവലിന് അടിച്ചാൽ ഇത് നിൽക്കത്തുള്ളൂ. മേശിരിപ്പണി ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അതെയോ, പുറകിലുണ്ടോ കേട്ടോ. ഞാൻ പാലിച്ചടിക്കുക പിടിച്ചിരിക്കട്ടെ എന്നോർത്ത് പടാന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റൂല എന്ന്. അവസാനം ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മെഴുകുന്നത് പോലെ ഇത് തൂത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഈ പട്ടിക കഷ്ണം കൊണ്ട് നിരപ്പാക്കി ഇച്ചിരിയൊക്കെ ശരിയായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിൻ്റെ വിരലുകളെ നീ യുദ്ധം പഠിപ്പിച്ചില്ലേ, അപ്പം എന്നെയും പഠിപ്പിക്കണം. പ്രീശലോ, ഹല്ലേലൂയ. ഞാനൊരു വെൽഡിങ് മെഷീൻ മേടിച്ചു കേട്ടോ. 35,000 രൂപ കൊടുക്കണം ഒരു ചർച്ചിൻ്റെ എല്ലാം പണിയാനായിട്ട് അന്നത്തെ കാലത്ത്. ഇന്ന് അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. 35,000 രൂപ കൊടുക്കാൻ വഴിയില്ല. അപ്പം ഞാൻ 8,000 രൂപ കൊടുത്തൊരു വെൽഡിങ് മെഷീൻ മേടിച്ചു. ഈ വെൽഡിങ് മെഷീൻ മേടിച്ചിട്ട് വെൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നത്. ഉള്ള ചെറിയ ദ്വാരം അത് വലുതാവുക. ഞാൻ പറഞ്ഞു എനിക്കെ കൊണ്ട് പറ്റത്തില്ല. പിന്നെയും ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിത്തുകൾ കിടപ്പുണ്ട്. നമ്മുടെ ഭാവിക്ക് വേണ്ടി വിത്തുകളുണ്ട്. കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി വിത്തുണ്ട്. അത് പെറുക്കിയെടുത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര പറയണമെന്നറിയാമോ? നമ്മൾ ജയിക്കുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കാലടികൾ ഉറയ്ക്കുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ പരാജയത്തിലേക്ക് നോക്കരുത്. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം നടന്നാൽ നമുക്ക് പരാജയമില്ല, ജയമുള്ളൂ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയില്ല. ആ പ്രശ്നങ്ങൾ ജയിക്കുവാൻ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെട്ടിട്ട്, ഹല്ലേലൂയ, ദാവീദൊന്ന് പാടിയില്ലേ, ഞാൻ പടത്തൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിലുകളെ ചാടിക്കിടക്കും. അഭിഷേകമുണ്ടെങ്കിൽ മതിലുകൾ തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിന്റെ അഭിഷേകം ചാടിക്കിടക്കുന്നതാണെങ്കിൽ പുതിയ നിയമത്തിന്റെ അഭിഷേകം തകർത്ത് കളയുന്നതാ. ആ തകർത്ത് കളയുന്ന അഭിഷേകമായിട്ട് മുമ്പോട്ട് പോകണം. അല്ലെ, ഞങ്ങള് രാത്രിയായി, നല്ല വിശപ്പ്. ഞാൻ പറഞ്ഞു, ജെസി നമുക്ക് വേഗം പോകാം. ഞാൻ വണ്ടി എടുത്തു, പെട്ടെന്ന് പോകുമ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. വനത്തിൻ്റെ നടുക്കോടെ ഇങ്ങനെ വണ്ടി ഓടിക്കുക. അപ്പം ഒരു രക്ഷയുള്ളൂ, വീട്ടിൽ ചെന്നിട്ട് ഇച്ചിരി കഞ്ഞി വെച്ച് കുടിക്കണം, വിശപ്പൊന്ന് മാറ്റണം. തളർച്ചയായി. ഈ ഗ്രാമത്തിലൊന്നും കിട്ടിയില്ല. ഒരു പാർലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചാൽ എനിക്കെന്നാവാനാ. ഇങ്ങനെ പോന്ന് ആ വനത്തിൻ്റെ നടുഭാഗത്തെത്തി. അപ്പം പെട്ടെന്ന് ഈ റോഡ് നിറച്ചാടുകൾ കിടക്കുക. ഞാനോർത്ത് ഈ രാത്രിയിലാണോ ആടിനെ കൊണ്ടിവിടെ കിടത്തേക്കുന്നത്? പിന്നെ മനസ്സിലായി, ഇടയന്മാർ ആടുകളെ മഴയത്ത് കിടത്തില്ല, അത് ചത്തുപോകും. ഈ മനുഷ്യൻ എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. കാരണം ഇച്ചിരിയോടെ പോയ ഈ ആടുകളുടെ മേൽ കയറും. ഞാനിങ്ങനെ നിർത്തിയിട്ട്, ഈ ആടെപ്പോഴാണ് ഒന്ന് എഴുന്നേക്കുന്നേ, ചെറിയ വഴിയില്ലേ, അതിൻ്റെ അരികിൽ പോകാനൊന്നും വഴിയില്ല. ഞാൻ അവിടെ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ഓലക്കുട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തേക്ക് ഓടി വന്നൊരു വടിയും പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓടി വന്ന് എന്നോട് പറയുക, ഡാം പൊട്ടി ഈ റോഡിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇച്ചിരി മുമ്പ് ഒരു ട്രാക്ടറും ഒരു മോട്ടോർ സൈക്കിൾ ഒഴുകിപ്പോയി, ആ മനുഷ്യൻ മരിച്ചുപോയി, നീ പോകരുതെന്ന്. ഈ റോഡിലൂടെ ഇത്ര ശക്തിയായി വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റത്തില്ല. ഈ രാത്രിയിൽ ഈ വെട്ടം കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ആ ദിവസം 5 പേരും തീർന്നു പോയേനെ. ആടുകൾ അവിടെ കിടന്നു. ഞാൻ നമുക്കറിയാമോ, ചില സമയത്ത് നമുക്ക് ചോദിക്കാൻ തോന്നത്തില്ല, ആ മനുഷ്യൻ നോക്കാൻ പോലും തോന്നത്തില്ല. ആ വിഷമവും ഇനിയും 10-25 കിലോമീറ്റർ വേറെ റൂട്ടിലൂടെ പോകണമല്ലോ എന്നുള്ള വിഷമമൊക്കെ പെട്ടെന്ന് ഞാൻ വണ്ടി തിരിച്ചു. 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ജെസി എന്നോട് ചോദിച്ചു, അതാരായിരുന്നു വീച്ച? പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ആ സമയത്ത് ആ വനത്തിൽ ആടുകളുമായിട്ട് ആരാ വന്നത്? എൻ്റെ നല്ല ഇടയൻ വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളെ വഴി നടത്താൻ ഒരു നല്ല ഇടയൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സ്ഥലത്തും ചർച്ചുകൾ, അതായത് തെലുങ്കാനയിൽ നക്സലേറ്റിൻ്റെ മധ്യത്തിൽ ഏത് വീട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും വേദനയും കഷ്ടവും മാത്രമേ. 94 മുതൽ ഈ നക്സലേറ്റുകളുടെ ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ നക്സലേറ്റുകളുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്.
അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ധൈര്യം എന്നും തന്നു കേട്ടോ ദൈവം. ഒരിക്കലും ഏത് രാത്രിയിൽ ചില സമയത്ത് ഈ നക്സലേറ്റ് കൊന്നവരുടെ കൊന്നിട്ടിരിക്കുന്ന ആ ശവം കിടക്കുന്നിടത്തോടൊക്കെ രാത്രി പോകുമ്പോൾ പുറകിലിരുന്ന് ജെസ്സി എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കും. കാരണം എന്നോട് പറയും പുറകിൽ നോക്കാൻ പേടിയാണ്. എന്നാലും ഒരിക്കലും രാത്രി 12 മണി വരെയും ഇങ്ങനെ കറങ്ങി ഓരോ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ച് പ്രസംഗിച്ച് തിരിച്ചു വരും. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു ചർച്ച പണിയാനൊരു ഭാഗ്യം തരണം. 4-5 അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, ഒരിടം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കൂട്ടമെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നേ. ഞാനിങ്ങനെ ഓർക്കുവേ, അന്നത്തെ കാലത്തെ ബസ്സിൽ പോകുമ്പോൾ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കും, വഴിയിൽ ഒരു ശവക്കോട്ടയിലെങ്കിലും ഒരു കുരിശ് കണ്ടെങ്കിൽ ഇന്ന് ഒരു ക്രിസ്ത്യാനി ഉണ്ടെന്ന് ഒന്ന് ആശ്വസിക്കാമായിരുന്നല്ലോ. ഒരു കുരിശ് പോലും കാണാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ അവിടെ ഒരു ഹാള് പണിയാനായിട്ട് കൃപ തരണേ. കർത്താവേ ഒരെണ്ണം എവിടെ? ഒരു 10 രൂപ എടുക്കാൻ കാശില്ല. വീട്ടിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 2 പിള്ളേരുമായിട്ട് ജെസ്സി താമസിക്കുമ്പോൾ ഞാൻ പറയും, ജെസ്സി ഇതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു 2 രൂപയുടെ ഒരു പുതിയ നോട്ടും 2 രൂപയുടെ പഴയ നോട്ടും കൊടുത്തിട്ട് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് ഇതും കണ്ട് കഴിഞ്ഞോളാം കേട്ടോ. പ്ലീസല്ലോ, ഇച്ചിരി അരി വീട്ടിലുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ സത്യം പറയട്ടെ, ആ അരിയും കണ്ട് വീട്ടിലുള്ളവരെങ്കിലും കഴിച്ചോളൂ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ദൈവം തന്നു. പ്ലീസല്ലോ, കരയിച്ചില്ല തമ്പുരാൻ, തളർത്ത് കളഞ്ഞില്ല. ചെന്ന് കയറി നിന്ന ഗ്രാമങ്ങളിലൊക്കെ ചർച്ച് പണിയാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ആഗ്രഹമാണ്, ആര് പ്രവർത്തിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നിൽക്കാൻ ഒരിടം, ഒരു ചർച്ചിൻ്റെ ബിൽഡിങ് പണിയണമെന്ന് വലിയ കൊതിയാണ്. ഓരോ ഗ്രാമങ്ങളിലും പ്രൈസ് ദി ലോർഡ് അനേക സ്ഥലത്ത് കൈകൊണ്ട് പണിതു. പ്രൈസ് ദി ലോർഡ് അനേക സ്ഥലത്ത്. ഹല്ലേലൂയ. ഇവിടെ സജീവ് പറഞ്ഞറിയാം, AT ജോസങ്ങളിൽ അറിയാം, പാസ്റ്റർ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് നിങ്ങളും വരണം കേട്ടോ, പണിയാനാ. പ്രൈസ് ദി ലോർഡ്. വല്ലപ്പോഴൊക്കെ നമ്മൾ സുവിശേഷ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗ്രാമങ്ങളിലും ഈ കാടുകളിലും കയറി നടക്കാം. നമുക്ക് സ്വർഗത്തിലൊരു പ്രതിഫലം ഉണ്ടാകും. ഹല്ലേലൂയ. നിത്യത വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് നിത്യത വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിത്യത കള്ളമല്ല കേട്ടോ, അത് സത്യമാണ്. യേശു എന്ന് പറയുന്ന ഒരു കഥയല്ല കേട്ടോ, നമ്മളോട് കൂടെ നടക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഒത്തിരി പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. നല്ല വചനം അറിയാവുന്ന ദൈവദാസന്മാരാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ഇവിടെയൊക്കെ പറയുന്ന വാക്യം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന വാക്യമാണ്. എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം ചർച്ച് കെട്ടാനായിട്ട് സിമെൻറ്റ് മേടിക്കാൻ കാശില്ല. കമ്പി കെട്ടി 7 ലോഡ് മിറ്റിലിറക്കി, 7 ലോഡ് മണലിറക്കി, തട്ടടിച്ചു, കമ്പി കെട്ടി. 9:30 ആകുമ്പോൾ ഞാനിങ്ങനെ പോവുക. ഞാനിങ്ങനെ പോയി, എൻ്റെ ഉള്ളിൽ ചിരി വരുക. ആർക്കായിരിക്കും തമ്പുരാനെ നീ ഉറക്കം കൊടുക്കാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയി കുളിച്ചിട്ട് കിടന്നു. രാത്രി 12:30 ആയപ്പോൾ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, പാസ്റ്റർക്ക് കുറച്ച് കാശ് തരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക. പിറ്റേ ദിവസം സിമെൻറ്റ് മേടിക്കാനുള്ള കാശുമായിട്ട് ആ മനുഷ്യനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. അതെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കത്തില്ലേ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതത്തില്ലേ? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ എന്ന് ഹല്ലേലൂയ കൈകൾ ഉയർത്തി നമ്മൾ വിളിച്ചാൽ ഹല്ലേലൂയ കേൾക്കുന്ന ഒരു ദൈവമല്ലേ? ഹല്ലേലൂയ. ആരും നിർമ്മിച്ച ദൈവമല്ല. ഹല്ലേലൂയ. നമ്മളെ നിർമ്മിച്ച ദൈവം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം, ക്രിസ്തുയേശുവിൽ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവം. എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടി എന്നെ ഒന്ന് വലിച്ചെറിയുന്നുവെന്ന് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ചാകുന്നുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കും. നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായി തീരും. കർത്താവേ, ഈ ജീവിതം തീരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം ഫലമുള്ളതാക്കി ഒന്ന് തീർക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് തരണേ. ഞാൻ യേശുവിനെ നേരിട്ട്
വെള്ളവസ്ത്രം ഒരു മനുഷ്യനിങ്ങനെ കൈനീട്ടുന്ന ഒരിക്കൽ കണ്ടു. അല്ലാതെ യേശുവിൻ്റെ ദർശനമൊന്നും ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കുകളുടെ മാധുര്യം, ആ സാന്നിധ്യം ഒത്തിരി പ്രാവശ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്നെ കൈ പിടിച്ച് നടത്തുന്ന നമുക്ക് അധികാരമുണ്ട് കേട്ടോ. പ്രകൃതികളോട് സംസാരിക്കാൻ നമുക്ക് അധികാരമുണ്ട്. കാറ്റിനെയും കടലിനെയും നമുക്ക് നിർത്താൻ പറ്റും. മറ്റൊരു പ്രതലത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് നടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു കൺവെൻഷൻ നടക്കുക. ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് 1,40,000 രൂപയായി കൺവെൻഷന്. അന്നത്തെ കാലത്ത് 2 ഏക്കർ സ്ഥലം മേടിക്കാം ആ സ്ഥലത്ത്. ഈ കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പേടി. മഴ പെയ്യാനായിട്ട് കാർമേഘം ഇങ്ങനെ കെട്ടിക്കിടക്കുക. എനിക്കിങ്ങനെ കണ്ണുയർത്തി നോക്കാൻ പേടിയാ. കാരണം ഇതെങ്ങാനും എൻ്റെ കണ്ണി പെട്ടുപോയാൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ ഭയം വരും. ഞാനിങ്ങനെ നോക്കും. ഉള്ളി പറയും, പിശാച് നീയേ തോക്കത്തുള്ളൂ, ഞാൻ ജയിക്കും. അതായത് ഞാൻ ഒട്ടിച്ച പോസ്റ്ററൊക്കെ ഇങ്ങനെ വീഴുക. ആ ദേശത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുക. 6:30 മീറ്റിംഗ് തുടങ്ങണം. ഞാൻ 6:30 മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് ഹല്ലേലൂയ എന്ന് ഒരൊറ്റ ഇടി. ആകാശത്ത് മഴ ഇങ്ങനെ പൊട്ടപ്പൊട്ടോന്ന് വീഴാൻ തുടങ്ങി. ആൾക്കാരെല്ലാം കുട നിവർത്തി. ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് വേറൊരു വഴിയില്ല. ഞാൻ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മേഘത്തോട് ഞാൻ കൽപ്പിക്കുന്നു, ഇവിടെ നിന്ന് വിട്ടുപോകുക എന്ന്. 3 കിലോമീറ്റർ ചുറ്റളവിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. 3 ദിവസം ഒരു തുള്ളി വീണില്ല. നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു ഗ്രാമത്തിൽ 45 പേര് സ്നാനപ്പെടാൻ പോവാ. വൈകിട്ട് മീറ്റിംഗ് നടക്കുക. 400 പേരോളം ഇങ്ങനെ ആ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. ഈ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും 2 സ്ത്രീകൾ അവിടെ നിന്നും ഇവിടെ നിന്നും തലയഴിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വരിക. എൻ്റെ കയ്യിലുള്ളൊരു ചെറിയ സ്പീക്കറാണ്. എൻ്റെക്കാളും കുറച്ച് ശബ്ദമുള്ളൂ ആ സ്പീക്കറിന്. ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഇവർ അലറി വിളിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയാം പിശാച് പിടിച്ച സ്ത്രീകൾ ഈ ഭൂതം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകത്തില്ല. അത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നിൽക്കും. ചിലപ്പോൾ തൊട്ട് കഴിയുമ്പോഴേ വിട്ടുപോകും. അലറി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ തറ കെട്ടിയിരിക്കുക. അതിൻ്റെ മുകളിൽ ഇച്ചിരി ഉയർന്ന ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ പെട്ടെന്ന് ഓർത്ത്, എന്നാ ചെയ്യും കർത്താവേ? പെട്ടെന്ന് എനിക്കൊരു വാക്യം ദൈവം ഓർമ്മ തന്നു. എന്നാന്നറിയോ, ഞാൻ ഈ വാക്യം പറയണമെന്ന് പറയുന്നത് എന്നാന്നറിയോ, ഇത് വാഗ്ദാനമാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു, പിശാചിനെ മിണ്ടുവാൻ അവൻ അനുവദിച്ചില്ല. പെട്ടെന്ന് ഞാൻ എടുത്ത് ചാടി ചെന്നിട്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ വായ ഞാൻ അടയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഓടി ഇപ്പുറത്തേക്ക് വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വായ ഞാൻ അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നിട്ട് ഈ തറയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചാടി കയറിയച്ച് ഞാൻ അവരിങ്ങനെ നോക്കി. അപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ ഈ സ്ത്രീയോട് ചോദിക്കുക, എന്നാ പറ്റിയെന്ന്. അപ്പോൾ ഈ ഭൂതം പിടിച്ച സ്ത്രീ പറയാ, മിണ്ടരുത്. നമുക്ക് ദൈവം തന്നെ അധികാരമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന അധികാരം ഉപയോഗിക്കാൻ നാവ് ഉയർത്തി പറ. യേശുവിന്റെ വചനം നമ്മുടെ നാവിലൂടെ പറയുമ്പോൾ ശക്തികൾ നമുക്ക് കീഴടക്കും. പ്രകൃതി നമ്മളെ അനുസരിക്കും. ശത്രുവിന്റെ സൈന്യം അവിടെ നിന്നുപോകും. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആളുകൾ നടുക്കിങ്ങനെ ഓടുക. നോക്കിയപ്പോൾ ഒരു പാമ്പിനെ അവർ കൊന്നു. ഈ പാമ്പിനെ കൊന്നു. അതിനെ ഞാൻ നോക്കി, വിഷമുള്ള പാമ്പാ. കുറച്ച് കഴിഞ്ഞു, പ്രസംഗം തുടങ്ങി. പിറ്റേ ദിവസം 45 പേർക്ക് സ്നാനം കൊടുക്കണം ആ ഗ്രാമത്തിൽ. അവിടെയൊക്കെ പ്രവർത്തനം തുടങ്ങിയ കഥകൾ പറയണം. മരിച്ചവർ ജീവിച്ചു. പ്രൈസലോ. അങ്ങനെ പ്രവർത്തനം തുടങ്ങിയ ഭാഗമാണ്. ഈ 45 പേര് നാളെ സ്നാനപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഒരു മുളക് തോട്ടത്തിൽ ഒരാളുടെ ടാങ്കൊക്കെ കണ്ടുവച്ചിരിക്കുക. അദ്ദേഹത്തോട് പോയി പറഞ്ഞു, നീ ഇച്ചിരി നേരത്തെ ഈ ടാങ്ക് ഒന്ന് നിറച്ചു തരണമെന്ന്. അവിടെ പുഴകളൊന്നുമില്ല. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 150 പേരിങ്ങനെ ലൈനായിട്ട് നിൽക്കുക പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ തറയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പം ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 150 പേരുണ്ട്. പ്രാർത്ഥിച്ച് അവസാനം വന്നത്
അവിടെ പ്രവർത്തിക്കുന്ന പോളിൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ആടിക്കൊണ്ട് വരും. ഞാൻ പറഞ്ഞു, ഏമൈന്തി ചെല്ലി, എന്തോ പറ്റി അനീതി? അപ്പം പറഞ്ഞു, അന്നയ്യ, എന്നെ ജ്യേഷ്ഠ, ചേട്ടാ, എൻ്റെ കാലയിലാണ് പാമ്പ് കടിച്ചത്. എനിക്കറിയാം, പാമ്പ് കടിച്ചാൽ പിന്നെ ജീവിക്കുകയോ ഇല്ല. ശരീരം പെട്ടെന്ന് വിറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനോർത്ത്, തമ്പുരാനെ എന്തു ചെയ്യും? പെട്ടെന്ന് ഞാൻ ഈ പെണ്ണിനെന്തെങ്കിലും പറ്റുമെന്നല്ല, നാളെ സ്നാനം നടക്കൂല്ലോ. എൻ്റെ ബുദ്ധി അവിടേക്കാണ് പോയെ. പക്ഷേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചേമ്പന്താൾ വെട്ടിയിട്ടുള്ള പടാക്കെന്ന് പറഞ്ഞ് വീണു പോയി. ഞാൻ എൻ്റെ ഈ ചില സമയത്ത് ഈ അഭിഷിക്തക്കാർക്കറിയാം, ശരീരത്തിൽ അത്യന്തമായ ശക്തി വ്യാപരിക്കും. ഞാൻ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ വെള്ളം എടുത്തിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാമ്പിൻ്റെ വിഷം ഇറങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് ആഞ്ഞടിച്ചു. 1 സെക്കൻഡിൽ അവർ എഴുന്നേറ്റു. ഇന്നും ആ സ്ത്രീ ജീവിക്കുക. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ശുശ്രൂഷ ഏറ്റെടുക്കണം മക്കളെ, ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്നാന്ന് പറയും, ഇവരൊക്കെ വരും കാലങ്ങളിലെ കർത്താവിൽ ശുശ്രൂഷകരാണല്ലോ എന്ന് ഓർത്തേ. നിങ്ങളെക്കുറിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യണം. അധികാരത്തിൻ്റെ ശബ്ദം ഉപയോഗിച്ച് നോക്കണം. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്താൻ പോവുക. ഒരു നിമിഷം കൈകളിൽ ഒന്ന് ഉയർത്തിയിട്ട് പറയുക, കർത്താവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ എന്ന്. നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, നിങ്ങൾക്ക് വിടുതലുണ്ടാകും, കുടുംബം പണിയപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം, ഹല്ലേലൂയ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മുറിയിലേക്ക് ഈ ശബ്ദം വരുന്നുണ്ടെങ്കിൽ ആ ശബ്ദം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആ വചനം, ഹല്ലേലൂയ, അയക്കപ്പെട്ട വചനം ഒന്നും തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ ക്രിയ ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുമായി നിൽക്കുന്നോ, നിന്റെ പേരിന്റെ മേലാണോ, നിന്റെ കുടുംബത്തിന്റെ പേരാണോ, നിന്റെ ഹല്ലേലൂയ ധനത്തിന്റെ മേലാണോ പൈശാചികൻ വ്യാപരിച്ചിരിക്കുന്നത്, ഒന്ന് വിളിച്ചു പറയാമോ? വായി തുറന്ന് പറയാമോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ജയമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എന്നിലൂടെ ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഈ പറയുന്ന സമയത്ത് രോഗത്തിന്റെ ബന്ധനങ്ങൾ, പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുക. കൈകളെ അടിച്ച് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം അനുഭവിക്കാം, നിങ്ങളുടെ മനസ്സിന് സൗഖ്യം അനുഭവിക്കാം, നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും, നിങ്ങളുടെ ഹല്ലേലൂയ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹബേൽ ഹല്ലേലൂയ കൈയിനേക്കാൾ ഉത്തമമായ ബലിയർപ്പിച്ചു. കൽവരിയിലേക്ക് നോക്ക്. ആ കൽവരിയിലെ രക്തം നിന്നെ വിടുവിക്കുന്നത്. ആ കൽവരിയിലേക്ക് നോക്ക്. നിന്റെ കുടുംബത്തിന് സമാധാനം തരുന്നത്. ആ കൽവരിയിലേക്ക് നോക്ക്. പൈശാചിക ശക്തി നിന്നെ ഞെരുക്കുമ്പോൾ ആ രക്തത്തിൽ നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂട്ടായ്മയ്ക്ക് സൗഖ്യമുണ്ട്, ജീവിതത്തിന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ബാധിച്ചിരിക്കുന്ന ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ട്. ഞാൻ ഈ 37 വർഷം ഹല്ലേലൂയ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ഹല്ലേലൂയ വിദേശത്ത്, സ്വദേശത്ത് പ്രസംഗിച്ച് നടക്കുന്ന യേശുവില്ലേ, ആ യേശുവിനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്തറിയുക. ഹല്ലേലൂയ. അവൻ്റെ പൊൻകരം ഹല്ലേലൂയ നമ്മുടെ തൊടുമ്പോൾ, അവൻ്റെ കരം നമ്മളെ ഒന്ന് സ്പർശിക്കുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ വിട്ടുമാറും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ പണിതെടുക്കും. നമുക്ക് ബുദ്ധിയില്ലാത്തടത്ത് ബുദ്ധി ഉണ്ടാക്കും. ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഏറ്റവും മുമ്പി ഭാഗത്ത്, പിള്ളേരെ, ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഏറ്റവും മുമ്പി ഭാഗത്ത് എഴുതി വെച്ചത് എന്നാണെന്നറിയാമോ? എബ്രാഹിം സാർ എനിക്ക് എഴുതി തന്നു, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് നോളജ് എന്ന് പറഞ്ഞേ. ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദ ഫിയർ ഓഫ് ദ ലോർഡ് is the beginning of knowledge, but fools despise wisdom and instructions. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. 100 പ്രാവശ്യം പറയണം, 1000 പ്രാവശ്യം പറയണം, നടക്കുമ്പോൾ പറയണം, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പറയണം, ജീവിതത്തിൽ പറയണം. ഞാൻ ആ വാക്യം എൻ്റെ ബുദ്ധിയെ മാറ്റിയ വാക്യമാണ്, ചിന്തകളെ മാറ്റിയ വാക്യമാണ്. ഹല്ലേലൂയ.
ഒരിക്കലും തോൽവിയില്ലാതെ നടക്കുവാൻ ശക്തി തന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ അറിയാത്ത ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പം മിക്ക ദിവസങ്ങളും പറഞ്ഞാൽ ഇങ്ങനെ അനുഭവങ്ങൾ ഒഴുകി വരും. പ്രൈസ് ദി ലോർഡ്. തീർത്താൻ തോന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഏത് ഗ്രാമത്തിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങിയാലും പട്ടികൾ ഇങ്ങനെ ഓലിയിടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്നിരിക്കട്ടെ, ഈ 10-100 പട്ടിയുടെ വായേ പ്രൈസ് ദി ലോർഡ് അടയും. യേശുവിൻ്റെ നാമത്തിൽ അടയട്ടെ എന്ന് പറഞ്ഞാൽ അടയും. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ച് ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, ദൈവമേ, ഞാൻ പറഞ്ഞപ്പോൾ 10-100 അത്രയും പേരിയ്ക്കുമല്ലേ, ഞാൻ പറഞ്ഞപ്പോൾ എങ്ങാനും ആ പട്ടി പിന്നെയും കുറച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിലോ. അപ്പം ഒരാളെൻ്റെ അടുത്ത് നിന്ന് പറയുക, വെൻ യു സ്പീക്ക് എ ഹെവൻലി ഹോസ്റ്റ് വിൽ മാർച്ച് ഫോർ യു. ഒരു സ്വർഗീയ സൈന്യം നിനക്ക് വേണ്ടി മാർച്ച് ചെയ്യൂ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ ഉയർത്തുമ്പം, ഹല്ലേലൂയ, ലോകത്തിൻ്റെ രാജാവിനെ നീ ഉയർത്തുമ്പം, സ്വർഗീയ മണവാളനെ നീ ഉയർത്തുമ്പോൾ ഒരു സ്വർഗീയ സൈന്യം നിനക്ക് വേണ്ടി മാർച്ച് ചെയ്യും. നിന്നെ തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ നിന്നെ കണ്ണിലെ കൺമണി പോലെ കാത്തു പരിപാലിച്ച് അവന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയവരാ. കർത്താവേ, എൻ്റെ ജീവിതം ഇതാന്ന് കൈ ഉയർത്തി, ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്നില്ല, കൈ ഉയർത്തി ഒന്ന് ഉറക്കെ പറയാവോ? യേശുവേ, ഹല്ലേലൂയ. ഞാൻ കൈ ഉയർത്തി പിടിക്കുവാണെങ്കിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, വായ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വായ് അടച്ചു വെച്ച് മൗനമായിരിക്കരുത്. എന്ത് നിങ്ങൾക്ക് വേണമോ, നിങ്ങൾ നട്ട ചെടിക്ക് മാത്രമേ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെടി നടാൻ പറ്റില്ല. നിങ്ങൾ അടയ്ക്കുന്ന കുഞ്ഞുങ്ങളെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും വലങ്കര തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ കരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുക. ഈ കരങ്ങൾ ഹല്ലേലൂയ ജോഷുവയുടെ കരങ്ങൾ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കരമാകട്ടെ. ഹല്ലേലൂയ. ഉയർന്നിരുന്ന മോശയുടെ കരം പോലെ ഈ ദേശത്തെ ദൈവ പ്രവൃത്തി ചെയ്യട്ടെ. ഇവിടെ കരം ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. അമാലേക്യ സൈന്യം, മിദ്യാന്യ സൈന്യം, ഹല്ലേലൂയ, ജാതികളുടെ ശക്തികൾ തകർന്നു പോകട്ടെ. വീണുപോയ ദൂതന്മാരുടെ ശക്തികൾ പ്രവർത്തിക്കാതെ വണ്ണം ഈ കരങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കരങ്ങളുടെ സൗഖ്യം, ഈ കരങ്ങളുടെ വിടുതൽ, ഈ കരങ്ങളുടെ ഹല്ലേലൂയ സമാധാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ